ഹലോ വെൽക്കം ബാക്ക് ടു മിന്നൂസ് ഡയറി. ഇന്ന് ഞങ്ങളൊന്ന് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ, സൺഡേ. അപ്പോൾ ഞങ്ങൾ പപ്സും ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോയി. എങ്ങോട്ടാണ് പോകണമെന്നറിയോ? ഇവിടെ ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തേക്കാണ് കേട്ടോ. ഇന്ന് ശിവരാത്രി ആവുന്നുണ്ട്. അവിടെ നല്ല പരിപാടികളൊക്കെ അല്ലേ. കുറച്ച് ദിവസം ഇനി ഇപ്പം ഇങ്ങനെ തന്നെ ആവും, നല്ല പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഈ പൊരി ഹൽവയൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, മുറുക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലത്തെ പൂരം ഓർമ്മ വന്നു കേട്ടോ. ഇവിടെ അങ്ങനെ പൂരങ്ങളൊന്നും കാര്യമായിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിലാകുമ്പോൾ അവിടുത്തെ പൂരാണത്രേ ഇവിടുത്തെ പൂരാണത്രേ പറഞ്ഞിട്ട് എന്നും പൂരങ്ങളായിരിക്കുമല്ലോ ഈ ഒരു സീസണിൽ. ഞങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോഴാട്ടോ ഇറങ്ങിയത്. 6 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ തന്നെ ഇത്ര തിരക്കുണ്ട്. ഇനി പിന്നെയും ലേറ്റായി കഴിഞ്ഞാൽ നല്ല തിരക്ക് വരും കേട്ടോ. മാരേജിന് മുന്നേ ഞാൻ ഇവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഞങ്ങളൊരു പ്രാവശ്യം ഇതേപോലെ ശിവരാത്രിക്ക് ഞാനും കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ പൊതുവേ ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. ശിവരാത്രി എന്തെങ്കിലും പരിപാടി ഉണ്ടായിട്ടില്ല, ചുമ്മാ അങ്ങനെ ഇവിടെ വൈകുന്നേരം ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാണ്. ഈ പായൊക്കെ വെച്ചിട്ട് എന്താണെന്ന് അറിയാം ആൾക്കാർ ഇരിക്കണത്, ബലിയിടാനുള്ള ആൾക്കാരാണ് കേട്ടോ. നാളെ പുലർച്ചെ ബലിയിടാനുള്ള ആൾക്കാരാണ് വന്നിരിക്കണത്. അപ്പോൾ അവർ ഇന്ന് തന്നെ വന്നിട്ട് സ്റ്റേ ചെയ്യാനുള്ള രീതിക്ക് വന്നേക്കാണ്. കുറേ കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു പൂരത്തിന് സെറ്റപ്പ് തന്നെ. നമ്മുടെ ആനപ്പൂരങ്ങളല്ലേ, കൊട്ടും മേളൊക്കെ ആയിട്ട്. ഇവിടെ കൊട്ടും മേളം ആനയൊന്നും ഇല്ലാന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ സെയിം പൂരങ്ങളുടെ പോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നല്ല ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾ രണ്ടുപേരും മാസ്ക് വെച്ചേക്കണത്. മാസ്ക് ഞങ്ങൾ മേടിച്ച് വെച്ചു. പിന്നെ തൊട്ടപ്പുറത്താണ് സേവാഭാരതിക്കാരുടെ ഫ്രീ മാസ്ക് ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾ അറിഞ്ഞില്ല. അതിന് മുന്നേ ഞങ്ങൾ മാസ്ക് ഒക്കെ മേടിച്ച് മുഖത്തിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ വക സംഭവങ്ങളിലൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ. ഞങ്ങളെല്ലാം കണ്ടിട്ട് അങ്ങനെ വന്നു. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സംഭവം ഉണ്ടായിരുന്നു. വെള്ളത്തിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഗോസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും ഞങ്ങൾ കയറില്ല. ഞങ്ങൾ ചുമ്മാ കണ്ടിട്ട് വന്നു, അത്ര തന്നെ. പിന്നെ ഈ ഗരുഡനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി. നോക്കിയാൽ വലുതൊന്ന്, ഗരുഡനോ പരുന്തോ എന്താണിത് മനസ്സിലാവണില്ല. അങ്ങനെ ഒരു സംഭവം. പിന്നെ ഇന്നവായിട്ടൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് മാസ്കും വെച്ചെടുത്തപ്പോൾ ഏട്ടൻ ചോദിക്കണം, മാസ്ക് ഇട്ടെന്ന് സെൽഫി എടുക്കണമെന്ന് ചോദിക്കുകയാണ്. പിന്നെ ശരിയെന്ന് ഞങ്ങൾ മാറ്റി. പിന്നെ ഈ ഒരു ദിനോസറിനെ കണ്ടു. ഇത് ദിനോസറിനല്ലേ, ഇതൊന്നും ഞാൻ പറഞ്ഞ് ശരിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് കാണുന്നൊന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ നമ്മുടെ പഞ്ഞിമുട്ടായി കണ്ടു കേട്ടോ. പഞ്ഞിമുട്ടായി കണ്ടപ്പോൾ എനിക്ക് പഴയ നൊസ്റ്റ്, നിങ്ങൾ കാണുകയൊക്കെ നൊസ്റ്റ് അടിച്ചില്ലേ. ഈ ഐസിൻ്റെയും പഞ്ഞിമുട്ടായിയുടെ ഒക്കെ സൗണ്ട് നമ്മൾ ഇട്ടുണ്ടെങ്കിൽ ഇക്കിണി ഇന്നലെ കേട്ടാൽ നമുക്ക് വേഗം പോയി നമ്മൾ ചെറുപ്പത്തിൽ വാങ്ങിച്ചായിരുന്നില്ലേ. എനിക്ക് അതൊക്കെ ഓർമ്മ വരും കേട്ടോ. ഏട്ടനെന്തോ കുറേ റോ വെജിറ്റബിൾസിൽ കുറേ സോസൊക്കെ ഒഴിച്ച് വാങ്ങിച്ചു തന്നു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഏട്ടനെ കഴിച്ചു. ഞാൻ പഞ്ഞിമുട്ടായി മാത്രമേ കഴിച്ചുള്ളൂ. കാണുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ഇവിടുന്ന് ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അടുത്ത് വിശാൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നും പോകാറുള്ള കടയിൽ കേട്ടാൽ ഞങ്ങൾ അവിടെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്ത് തന്നിട്ട് നടക്കുക ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങനെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചാൽ കിടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. ബൈ.